അടുത്ത് നിൽക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം, നീ എവിടെയാണ് ഭവനം പണിയുന്നത്? ചോദ്യം ആവർത്തിക്കാം, നീ എവിടെയാണ് ഭവനം പണിയുന്നത്? പാറപ്പുറത്താണോ മണൽപ്പുറത്താണോ? വീട് പണിയുമ്പോൾ നമ്മൾ വാരം കോരുന്നത് എന്തിനാണ്? വീട് പണിയുമ്പോൾ വാരം കോരുന്നത് എന്തിനാണ്? വാരം കോരുന്നത് ആ സ്ഥലത്ത് നമ്മൾ ഉറപ്പുള്ള കല്ലുകൾ ഇടുന്നതിന് വേണ്ടി. കാരണം നമുക്കറിയില്ല ഈ ഭൂമിയുടെ ഏതൊക്കെ സ്ഥലത്താണ് വെറുതെ മണലുള്ളത്, ഉറപ്പുള്ള സ്ഥലം ഏതാണ്. ഉറപ്പ് ഉള്ള ഒരു ഇടമുണ്ടാക്കി എടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ വാരം കോരി അവിടെ കല്ലിട്ട് അത് ഉറപ്പുള്ള സ്ഥലമാക്കി മാറ്റുന്നത്. അങ്ങനെ ഒരു സ്ഥലത്തെ, ഒരു ഏരിയയെ ഉറപ്പുള്ള സ്ഥലമാക്കി മാറ്റിയിട്ടാണ് ബെൽറ്റൊക്കെ വാർത്ത് ഉറപ്പുള്ള ഒരു സ്ഥലമാക്കി മാറ്റി അതിന് മീതെയാണ് നമ്മൾ പിന്നെ ബിൽഡിംഗ് കെട്ടിപ്പൊക്കുന്നത്. നമ്മളത് എത്ര വലിയ ബിൽഡിംഗ് ആണെങ്കിൽ നമ്മൾ പില്ലറിടും. ഇതിനെത്രമാത്രം ഉയരം വേണമെന്ന് കണക്കാക്കിയിട്ടാണ് അതിന് നമ്മൾ അത് എത്രമാത്രം ആഴത്തിലേക്ക് നമ്മൾ പില്ലറിടുന്നത്. വെറുതെ ഒരു നില ബിൽഡിംഗ് ആണെങ്കിൽ നമ്മൾ ഒരു 2 അടിയൊക്കെ കുഴിച്ചാൽ മതിയാവും, അല്ലേ? 2-3 അടി കുഴിച്ച് 2 നേരം കല്ല് വെച്ച് കഴിഞ്ഞാൽ ഒരു നില കെട്ടിടം, അല്ലേ സാർ, പോയിക്കോളൂ. പക്ഷെ ഇത് കൂടുതൽ ഉയരത്തിലേക്ക് പോകാനാണെങ്കിൽ അതിനനുസരിച്ച് അതിൻ്റെ ഫൗണ്ടേഷൻ കൃത്യമാക്കണം. ഫൗണ്ടേഷനെ കുറിച്ചാണ് ഈശോ പറയുന്നത്. അച്ഛൻ ദുബായിൽ പോയപ്പോൾ 165 നിലയുള്ള കെട്ടിടത്തിൻ്റെ മുമ്പിൽ നിന്നപ്പോൾ അവിടെയുള്ള സുഹൃത്ത് പറഞ്ഞു, ഇതിൻ്റെ ഫൗണ്ടേഷൻ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ്. ആ ഫൗണ്ടേഷൻ്റെ ബലത്തിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ്. അപ്പോൾ അതിൻ്റെ ഫൗണ്ടേഷനെ കുറിച്ച് വിവരിച്ചായിരുന്നു. ഇന്ന് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ കുറിച്ച് ഈശോ പഠിപ്പിക്കുകയാണ്. നിനക്ക് മുകളിലേക്ക് പോകണമെങ്കിൽ വെറുതെ മുകളിലേക്ക് കല്ല് വെച്ച് പോയാൽ അത് ഒരു ദിവസം ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു വീഴും. നീ എത്രമാത്രം ആഴത്തിലേക്ക് പോയിട്ടുണ്ട്. എന്താണ് ഈ ആഴമെന്ന് പറയുന്നത്? ആഴമെന്ന് പറയുന്നത് നിന്റെ ഹൃദയത്തിൽ നിന്റെ കർത്താവിനോടുള്ള സ്നേഹമാണ്. നീ നിന്റെ ജീവിതം പണിതുയർത്തുന്നത് നിന്റെ ഈശോയോടുള്ള ബന്ധത്തിലും സ്നേഹത്തിലുമാണോ? പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകത്തിലാണോ നീ നിന്റെ ജീവിതം പണിതുയർത്താൻ ശ്രമിക്കുന്നത്? ജീവിതം പണിതുയർത്തുക എന്ന് പറയുമ്പോൾ കുടുംബജീവിതമുണ്ട്, മക്കളെ വളർത്തുന്ന കാര്യമുണ്ട്, ജോലിയുണ്ട്, വിവാഹമുണ്ട്, സാമ്പത്തിക മേഖലയുണ്ട്, ബിസിനസ്സുണ്ട്, കൃഷിയുണ്ട്, അല്ലേ, ഓട്ടോ ഓടിക്കലുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ജീവിതത്തെ ഇങ്ങനെ പുറമേ പണിതുയർത്തുന്നതിന് നിനക്ക് നിന്റെ ആഴത്തിൽ ഒരു ഫൗണ്ടേഷൻ വേണം. ആ ഫൗണ്ടേഷൻ നീയും നിന്റെ കർത്താവും തമ്മിലുള്ള ബന്ധമാണ്. ഈ ബന്ധമില്ലാതെ നമ്മൾ പണിതുയർത്താൻ ശ്രമിച്ചാൽ കുറച്ചു നാളത് നിലനിൽക്കും. പക്ഷേ കുറച്ചു നാൾ കഴിയുമ്പോൾ, ഒരു കാറ്റ് വരുമ്പോൾ, ഒരു മഴ വരുമ്പോൾ, ഒരു പരാജയം വരുമ്പോൾ, ഒരു കൊടുങ്കാറ്റുണ്ടാകുമ്പോൾ, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഒരു വേദനയുണ്ടാകുമ്പോൾ, ഒരു ഒറ്റപ്പെടലുണ്ടാകുമ്പോൾ, ഒരു തള്ളിപ്പറയലുണ്ടാകുമ്പോൾ, ഒരു പ്രലോഭനം ഉണ്ടാകുമ്പോൾ ആ കൊട്ടാരം തകർന്നടിഞ്ഞ് വീഴും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് ഈ ദിവ്യബലി അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൊരു കാര്യം, ഈശോയെ, അങ്ങയുമായിട്ടുള്ള ബന്ധത്തിൽ ഞങ്ങളെ ആഴപ്പെടുത്തണമേ. ഈശോയെ, അങ്ങയെക്കുറിച്ചുള്ള അറിവിൽ ഞങ്ങളെ ആഴപ്പെടുത്തണമേ. ഈശോയെ, അങ്ങയെക്കുറിച്ചുള്ള ബോധ്യങ്ങളിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. കണ്ണുകളടക്കാം.
നമ്മുടെ ജീവിതത്തെ അകമ്മോടികൾ എന്നതിനേക്കാൾ പുറംമോടികളിൽ പണിതുയർത്താൻ പരിശ്രമിച്ചു പോയ സമയങ്ങളെ ഓർത്ത് അനുതപിക്കാം. ബാഹ്യമായതിനെ അന്വേഷിച്ച സമയത്ത് ആന്തരികമായതിനെ തിരയാതിരുന്ന സമയങ്ങളെ ഓർത്ത് അനുതപിക്കാം. കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമുക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ, 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 ഈശോയേ.